നമസ്കാരം. അമേരിക്കയിൽ നിന്നുള്ള ആശംസകളോടെ ഈ ലഘു പ്രഭാഷണം അവതരിപ്പിക്കുകയാണ്. സെപ്റ്റംബർ മാസം ലോകമെമ്പാടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ മന്തായിട്ടാണ് ആചരിക്കുന്നത്. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പ്രത്യേക മാസാചരണത്തിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എടുത്തു പറയാമെന്ന് വെച്ചാൽ, ലോകത്തെമ്പാടുമുള്ള പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറിൽ 2ാം സ്ഥാനമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. 1ാം സ്ഥാനം സ്കിൻ ക്യാൻസറിന് പോകുന്നു. വെള്ളക്കാരിൽ സ്കിൻ ക്യാൻസർ സർവ്വസാധാരണമാണ്. അതിൽ തന്നെ ഈ മെലനോമ എന്ന് പറയുന്ന മാരകമായ ഒരു സ്കിൻ ക്യാൻസർ വെള്ളക്കാരിലാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് സ്കിൻ ക്യാൻസറാണ് ലോകത്തെമ്പാടുമുള്ള പുരുഷന്മാരുടെ ക്യാൻസറിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനം പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പക്ഷേ മരണനിരക്ക് നോക്കിയാൽ, ക്യാൻസർ കൊണ്ട് ഒരു പുരുഷൻ മരിക്കാനുള്ള സാധ്യത നോക്കിയാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് 2ാം സ്ഥാനമാണ്. കാരണം ലങ് ക്യാൻസറാണ് മരണനിരക്ക് കൂട്ടുന്ന ഒരു ക്യാൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ 55-60 വയസ്സിന് കഴിഞ്ഞവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കേരളത്തിലെ ഒരു ആയുർദൈർഘ്യം പുരുഷന്മാർക്ക് 75 വയസ്സിലെത്തി നിൽക്കുന്നു. ഒരു 12 വർഷം കൂടെ കഴിഞ്ഞാൽ 2036 ആകുമ്പോഴേക്കും 5-1 പുരുഷന്മാർ ഈ 55 വയസ്സ് കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അപ്പം പ്രായാധിക്യം കാരണം വന്നുപെടാവുന്ന ക്യാൻസറുകളിൽ വളരെ പ്രധാനമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതായത് ഒരു 90% പ്രോസ്റ്റേറ്റ് ക്യാൻസറും 55 വയസ്സ് കഴിഞ്ഞവരിലാണ് കാണാറുള്ളത്. നമ്മുടെ പഴയ റിട്ടയർമെൻറ്റ് ഏജാണ് 55, പതൊക്കെ മാറി വരുന്നുണ്ട്. എന്നാലും 55 വയസ്സ് കഴിഞ്ഞവരിലാണ് 90% പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ ഇതിങ്ങനെ 90% പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു പ്രായത്തിലേക്കാണ് കേരളത്തിലെ പുരുഷന്മാർ നടന്നെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നു, ബോധവാന്മാരായിരിക്കുന്നു. ഒരു ഭാഗ്യമുള്ളത്, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്കൊക്കെ അറിയാം, ഏത് ക്യാൻസറും കാലേ കൂട്ടി കണ്ടുപിടിച്ചാൽ ഭേദപ്പെടുത്തിയെടുക്കാൻ കഴിയും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ചില ഇനം പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാര്യമായിട്ടുള്ള ശല്യമൊന്നും ചെയ്യില്ല, അവിടെ ഇരിക്കും. പക്ഷേ ചിലപ്പോൾ 8 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ശല്യം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 75 വയസ്സിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആരംഭിക്കുന്ന ഒരു പുരുഷന് 90 വയസ്സ് വരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വലിയ ശല്യമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ താരതമ്യേന വീര്യം കുറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അതിൽ നിന്ന് വരുന്ന വലിയൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ചികിത്സിക്കേണ്ടതുണ്ടോ? പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നിന്നുള്ള ലക്ഷണങ്ങളൊന്നുമില്ലാത്ത പുരുഷന്മാരെ ഒരു ബ്ലഡ് ടെസ്റ്റായ PSAയിൽ അല്പം എലിവേഷൻ കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ചികിത്സിക്കേണ്ടതുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഓരോരുത്തരെയും നമുക്ക് ബയോപ്സി ചെയ്യാൻ പറ്റില്ല. ആദ്യം ഒരു ബയോപ്സി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു ലോ ഗ്രേഡ് തീവ്രത കുറഞ്ഞ വീര്യം കുറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ ഇതിന് ഒരു 15-20 കൊല്ലം കഴിഞ്ഞിട്ട് ശല്യം ചെയ്യുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ വെറുതെ സർജറി കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ അലോസരപ്പെടുത്താതിരുന്നാലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഈ 70-75 വയസ്സ് കഴിഞ്ഞവരൊക്കെ കൂടെ ബയോപ്സി ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് യാതൊരു രോഗലക്ഷണങ്ങളും കാണില്ല. എവിടെയെങ്കിലും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ PSA കൂടിയെന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം നമ്മുടെ KM ചെറിയൻ ഹോസ്പിറ്റലിൽ ഇത് സംബന്ധിച്ച് ഒരു വലിയ പഠനത്തിന് തുടക്കമിടാൻ പോവുകയാണ്. രോഗിയുടെ യൂറിൻ മൂത്ര പരിശോധനയിലൂടെ നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തീവ്രത കണ്ടുപിടിക്കാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ മുന്നോട്ട് പോകുന്നോ അല്ലെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ICMR-ൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ഒക്കെ അനുവാദം വേണ്ടി വരും, കേരള ഗവൺമെൻറ് ഉൾപ്പെടെ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. പുരുഷന്മാർ 55 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അപൂർവമായിട്ട് 55 വയസ്സ് കഴിഞ്ഞ് താഴെയുള്ളവരിലും വരുന്നുണ്ട്. 10% പ്രോസ്റ്റേറ്റ് ക്യാൻസർ 55 വയസ്സിൽ താഴെയുള്ളവരിലാണ്. ഇവരെയും നമുക്ക് കാലേ കൂട്ടി കണ്ടുപിടിക്കാൻ ബയോപ്സി അല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടോ? ഈ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA വെച്ചിട്ടാണ് പലപ്പോഴും ഈ സംശയം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അല്പം PSA കൂടിയ ഒരാളിന് ബയോപ്സിയുടെ ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിന് ഒരു പക്ഷേ അടുത്ത 1, 1.5, 2 കൊല്ലത്തിനിടയ്ക്ക് KM ചെറിയൻ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടി, മൂത്രപരിശോധനയിലൂടെ. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അനാവശ്യമായുള്ള ബയോപ്സി കുറയ്ക്കാം, അനാവശ്യമായിട്ടുള്ള സർജറി കുറയ്ക്കാം,
അനാവശ്യമായിട്ടുള്ള റേഡിയേഷൻ കുറയ്ക്കാം. അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ താരതമ്യേന നിരുപദ്രവിയായ ഒരു ക്യാൻസറായിട്ട് മാറ്റി അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വെല്ലുവിളിയാണ് നമ്മുടെ അടുക്കൽ വരുന്നത്. ഇതിനുള്ള സജ്ജീകരണങ്ങൾ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഉടനടി ഏർപ്പെടുത്തുന്നതാണ്. ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള യത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം കേരളമായിരിക്കും മറ്റ് പല രംഗങ്ങളിലെന്ന പോലെ ഇന്ത്യക്ക് പൊതുവെയും ലോകത്തെമ്പാടുമുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികൾക്കും വിലപ്പെട്ട ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു മഹത് സ്ഥാപനമായി മാറാൻ പോകും. അതിന് പൊതുജന സഹകരണവും മാധ്യമങ്ങളുടെ സഹകരണവും സർക്കാരിൻ്റെ സഹകരണവും സ്റ്റാഫിൻ്റെ എല്ലാ സഹകരണവും കൂടിയേ തീരും. നമുക്ക് ഒത്തുപിടിച്ചാൽ മലയും പോയി. നന്ദി, നമസ്കാരം.